അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അമ്മാ ബഅദ്. അപ്പോ ഹജ്ജ് എന്ന് പറഞ്ഞാല് ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളിൽ ഇസ്ലാം കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പോ ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട റുക്കിനാണ് നമുക്കറിയാം ത്വവാഫ് എന്നുള്ളത്. പ്രധാനപ്പെട്ട ഒരു കർമ്മം തന്നെയാണ്. നമ്മളൊക്കെ ഹജ്ജിന് പോവുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിൽ പതിയുന്ന ആ ചിത്രം ഉണ്ടല്ലോ, കാബ, തൊവാഫ് കാര്യങ്ങൾ. അപ്പോൾ ഇപ്പൊ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആ തൊവാഫിന്റെ കാര്യങ്ങൾ, ആ കാബയെ ഒന്ന് പരിചയപ്പെടുക, കാര്യങ്ങളൊക്കെയാണ് ഇൻഷാ അള്ളാ. അപ്പോൾ നമ്മൾ ഹജ്ജിനായി പോകുമ്പോൾ അല്ലെ ഉംറക്കായി പോകുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാബയെ കാണാൻ പോവുകയാണ്, മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോ ബാബു സലാമിലൂടെയാണ് നമ്മൾ പ്രവേശിക്കേണ്ടത്. ഇപ്പോ പ്രത്യേകിച്ച് പ്രയാസമൊന്നും ഇല്ലെങ്കിൽ, ശക്തമായ ചൂടോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ചെരുപ്പൊന്ന് ഊരിവെക്കുക, ബഹുമാനപൂർവ്വം ഊരി വെച്ചിട്ട് ബാബു സലാമിലൂടെ പ്രവേശിക്കുക. അപ്പൊ ആദ്യമായിട്ട് കാബ കാണുകയാണ്. ഇത്രയും കാലം അള്ളാഹുവിനു വേണ്ടി കുമ്പിട്ട് നിസ്കരിച്ച ആ കാബ നേരിൽ കാണുമ്പോൾ അതിന്റെ സന്തോഷം ഒരിക്കലും പറയാൻ പറ്റാത്ത സന്തോഷമായിരിക്കും. ഒരു ഈമാനുള്ള മുഅ്മിന് എന്തായാലും കരഞ്ഞു പോകും. അപ്പോ കഅബയെ ആദ്യമായി കാണുമ്പോൾ കൈയുയർത്തിക്കൊണ്ട് ദുആ ചെയ്യുക. അല്ലാഹുമ്മ, ആ തുടങ്ങുന്ന ആ ദുആ ഉണ്ടല്ലോ, ആ ദുആ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ട് ആ കഅബയെ ഇങ്ങനെ കണ്ടുകൊണ്ട് ബാബു സലാമിലൂടെ കഅബയെ മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ നമ്മൾ ത്വവാഫ് ചെയ്യാണ്. അതിനു മുമ്പേ നമ്മൾക്ക് നമ്മുടെ കഅബയെ ഒന്ന് ചുരുങ്ങിയ രൂപത്തിലൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദ് എന്നത് നമുക്കറിയാം സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ കല്ലാണ്. അത് ഇറക്കുമ്പോൾ വെളുത്ത കല്ലായിരുന്നു അത്രേ. പിന്നീട് ഒരുപാട് മുത്തുമുഅ്മിനീങ്ങളുടെ പാപങ്ങൾ പേറിക്കൊണ്ട്, പാപങ്ങൾ തുടച്ചുകൊണ്ട് ആ കല്ല് കറുത്ത നിറമായതാണ് അത്രേ. അപ്പോ നമ്മളൊക്കെ അവിടെ പോയിട്ട് ഹജറുൽ അസ്വദിനെ തൊട്ടുമുത്താൻ കഴിയുകയാണെങ്കിൽ അത്രയും ഭാഗ്യം എന്ന് പറയാം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഇതാണ് ഹജറുൽ അസ്വദ്. ഈ ഇതിനാണ് റുക്നുൽ അസ്വദ് എന്ന് പറയുന്നത്. അതുപോലെ ഇതാണ് ബാബുൽ കാബ, കാബയുടെ വാതിൽ. ഈ കാബയുടെ വാതിലിന്റെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിലുള്ള ഈ സ്ഥലമാണ് മുൽത്തസം എന്ന് പറയുന്നത്. മുൽത്തസം ചോദിച്ചാൽ ഉത്തരം കിട്ടും എന്ന് ഉറപ്പാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ മുൽത്തസം. അല്ലാഹു സുബ്ഹാനഹു തആല ഹജ്ജിനും ഉംറക്കൊക്കെ ചെന്നിട്ട് അവിടെ ആ ഖില്ല പിടിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ കഅബയുടെ വാതിലിന് താഴെ കാണുന്ന ഈ കഅബയുടെ തറ, അതിനാണ് ഷാദിർവാൻ എന്ന് പറയുക. ഷാദിർവാന്റെ ചരിത്രം പറയുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അവരുടെ ചിറകിട്ടടിച്ചിട്ട് കഅബയുടെ തറ ഭൂമിയുടെ താഴേക്ക് 7000 അടി താഴേക്ക് പോയത്രേ. അങ്ങനെയുള്ള ചരിത്രവും മഹത്വവും ഒക്കെ ഉള്ളതാണ്. പിന്നെ ഇതാണ് മഖാമു ഇബ്രാഹിം. നമുക്കറിയാം കഅബ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ നിർമ്മിക്കുന്ന സമയത്ത് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഒറ്റക്കായിരുന്നു കഅബ നിർമ്മിച്ചത്. ഇസ്മായിൽ നബി കല്ലെടുത്ത് കൊടുക്കും, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതെടുത്ത് പടുക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ പടുത്ത് ഏകദേശം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് എത്തുന്ന ഉയരം എത്തിയപ്പോൾ പിന്നീട് മുകളിലേക്ക് പടുക്കാൻ ഇബ്രാഹിം നബിക്ക് എത്തുന്നില്ല. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു കല്ലുമായി വരികയും ആ കല്ലിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കയറി നിൽക്കുകയാണ്. അങ്ങനെ ആവശ്യാനുസരണം മുകളിലേക്ക് പോകുന്തോറും ആ കല്ല് മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ താഴേക്ക് കല്ലെടുക്കാൻ വേണ്ടി ഇസ്മായിൽ നബി അലൈഹിസ്സലാം കല്ല് കൊടുക്കുമ്പോൾ ആ കല്ല് വാങ്ങാൻ വേണ്ടി സ്വയം ഒരു ലിഫ്റ്റിന്റെ സംവിധാനം പോലെ തന്നെ ആ കല്ല് താഴുകയും ഉയരുകയും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയും ഒക്കെ ചെയ്തു. അങ്ങനെയുള്ള മഹത്വമേറിയ കല്ലാണ് മഖാമി ഇബ്രാഹിം എന്ന് പറയുന്നത്. ഇതില് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാൽപാദം വ്യക്തമായി തന്നെ കാണാം. ഇങ്ങനെ പോകുമ്പോൾ പിന്നെ ഇതാണ് മീസാബ്, സ്വർണപ്പാത്തി. ഈ മീസാബിന്റെ താഴെ വെച്ച് ദ്വാ ചെയ്യുക എന്ന് പറയുന്നത് അതിനും വളരെ മഹത്വമേറിയ
വളരെ മഹത്വമുണ്ട്, ഉത്തരം കിട്ടുമെന്ന് ഉറപ്പായ സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഈ മീസാബിന്റെ താഴെയുള്ള ഈ ഭാഗമാണ് ഹിജിർ ഇസ്മായിൽ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഭാഗം ഹിജിർ ഇസ്മായിലിന്റെയും ഈ കാബയുടെയും ഇടയിലുള്ള ഈ ഭാഗം യഥാർത്ഥത്തിൽ അതും കാബയിൽപ്പെട്ടത് തന്നെയാണ്. പിന്നെ എന്താണ് അതിന്റെ ചരിത്രം? ഖുറൈശികളുടെ കാലത്ത് ഈ കാബ പുനർനിർമ്മാണം നടന്നപ്പോ ഇത്രയും ഭാഗം അവർ നിർമ്മിച്ചു കഴിഞ്ഞു. പിന്നീട് ഇങ്ങോട്ട് കൂടി പടുക്കാൻ അവർക്ക് സാമ്പത്തികമായിട്ട് വളരെ വലിയ പ്രയാസം. ഹറാമായ പൈസ ഇഷ്ടം പോലെ അവരുടെ അടുത്തുണ്ട്. പക്ഷേ കാബയുടെ കാര്യത്തിൽ ഒരിക്കലും അവര് ഹറാമായ പൈസ ഉപയോഗിക്കൂല. അങ്ങനെയുള്ള സൂക്ഷ്മത അവർക്കുണ്ടായിരുന്നു. അങ്ങനെ അവര് കൂടി തീരുമാനിച്ചു കാബ ഇത്രയുമായിട്ട് ചുരുക്കുക, ഇവിടെ മതിൽ കെട്ടി കാബ പൂർത്തിയാക്കുക എന്ന്. ഇതാണ് ഹിജിർ ഇസ്മായിൽ ഇവിടെ പടുക്കാത്തതിന്റെ കാരണം. അതിന്റെ പിന്നിൽ ഒരു ഹിക്മത്ത് കൂടിയുണ്ട്. അതായത് എല്ലാ ജനങ്ങൾക്കും സാധാരണക്കാർക്കും കാബയുടെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കുക എന്ന മഹത്തായ പ്രതിഫലം. അപ്പോ ഈ ഭാഗത്ത് നിന്ന് നിസ്കരിച്ചാല് അത് കാബയുടെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കുന്ന അതേ പ്രതിഫലമാണ് എന്നർത്ഥം. അപ്പോ തവാഫൊക്കെ ചെയ്യുമ്പോൾ ഇത് തവാഫൊക്കെ ചെയ്യുമ്പോൾ തിരക്ക് കാരണം ഇതിലൂടെ പോകാലോ എന്ന് വിചാരിച്ച് അതിലൂടെ പോകുകയും വേണ്ട. കാരണം അത് കാബയുടെ ഉള്ളാണ്. ശേഷം ഷർത്തുകളൊക്കെ പറയുമ്പോൾ മനസ്സിലാകും തവാഫ് പൂർണ്ണമായും കാബയുടെ പുറത്ത് നിന്നായിരിക്കണം. അപ്പോ ഇതാണ് ഹിജിർ ഇസ്മായിൽ. പിന്നെ ഈ റുക്കിനിന് പറയുന്ന പേരാണ് റുക്കുനിൽ ഇറാഖി, ഇറാഖിന്റെ ഭാഗത്തേക്കുള്ള മൂല. ഈ മൂലയാണ് റുക്കുനു ഷാമി, ഷാമിന്റെ ഭാഗത്തേക്കുള്ള മൂല. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇതാണ് റുക്കുനുൽ യമാനി, ഇത് റുക്കുനുൽ അസ്വദ്, ഇത് റുക്കുനുൽ യമാനി. ഈ റുക്കുനുൽ യമാനിയുടെയും റുക്കുനുൽ അസ്വദിന്റെയും ഇടയിലുള്ള സ്ഥലം, അവിടെ 70,000 മലക്കുകൾ ദിവസവും അവിടെ സ്ഥിര സാന്നിധ്യം ഉണ്ടാവുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നല്ലോണം ദുആ ചെയ്താല് അവരുടെ ആ മലക്കുകളുടെ സാന്നിധ്യത്തോടെ അവരുടെ ദുആയും നമുക്ക് ലഭിക്കാനാകും എന്നർത്ഥം. ഇനി നമുക്ക് ത്വവാഫിലേക്ക് കടക്കാം. ത്വവാഫിനെ കുറിച്ച് പറയുമ്പോൾ ത്വവാഫിന് 7 ഷർത്തുകളും 3 വാജിബാത്തുകളും ഒക്കെയുണ്ട്. ഷർത്തുകൾ പറയുമ്പോൾ ഷർത്തുകൾ ഔറത്ത് മറച്ചിരിക്കണം. ത്വവാഫിൽ മാത്രമേ ആ ഷർത്തുള്ളൂ. സായിലും ഔറത്ത് മറച്ചില്ലേ പ്രശ്നമില്ല. ത്വവാഫിൽ നിർബന്ധമായിട്ടും നമ്മുടെ നിസ്കാരത്തിൽ, പുരുഷന്റെ നിസ്കാരത്തിൽ മുട്ടുപൊക്കലിന്റെ ഇടയിൽ, സ്ത്രീയുടെ നിസ്കാരത്തിൽ മറക്കേണ്ട സ്ഥലം, മുഖം മുൻകൈ ഒഴികെയുള്ള സ്ഥലം, അതെല്ലാം പൂർണ്ണമായിട്ടും ഒരു ഇട പോലും ഒഴിവില്ലാതെ മറച്ചിരിക്കണം. അല്ലെങ്കിൽ ത്വവാഫ് ശരിയാവൂല. അതേപോലെ ശുദ്ധി, നജസിൽ നിന്ന് പൂർണ്ണമായും ശുദ്ധിയായിരിക്കണം. അതേപോലെ വലിയ അശുദ്ധിയോ ചെറിയ അശുദ്ധിയോ ഉണ്ടായിരിക്കാൻ പാടില്ല. അതേപോലെ ത്വവാഫ് പൂർണ്ണമായിട്ടും കാബയുടെ പുറത്തായിരിക്കണം. ഇത് ഷാദിർവാൻ എന്ന് പറഞ്ഞല്ലോ. ഈ ഷാദിർവാൻ യഥാർത്ഥത്തിൽ തറയാണല്ലോ. ഈ തറയുടെ ഈ ചെറിയ ഭാഗം, ഈ 1-2 ഇഞ്ച് സ്ഥലം, അതും കാബയുടെ ഉള്ളിൽപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനെ തവാഫ് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ മതിൽമേൽ ഇങ്ങനെ ഒരതി പോണ പോലെ കില്ലമ ഇങ്ങനെ ഒരതി പോകാൻ പാടില്ല. കാരണം നമ്മുടെ വിരലോ കയ്യോ കാബയുടെ ഉള്ളിലായി പോകും. നമ്മുടെ ശരീരം മുഴുവൻ കാബയുടെ പുറത്തായിരിക്കണം. അതേപോലെ കാബ നമ്മുടെ ഇടതുഭാഗത്തായിരിക്കണം. ഇങ്ങനെ പോകണം എന്നർത്ഥം. എന്താ കാബ നമ്മുടെ ഇടതുഭാഗത്തായിരിക്കണം എന്ന് പറയുന്നത്? നമ്മളെല്ലാ കാര്യവും വലതു ഭാഗത്തെയാണല്ലോ മുന്തിക്കല്, ഭക്ഷണം കഴിക്കലും എല്ലാം. അതെന്താണ് എന്നതിന്റെ ഹിക്മത്ത് പറയുമ്പോൾ മുശ്രിക്കീങ്ങള് നേരെ തിരിച്ചായിരുന്നു, വലതു ഭാഗത്തായിരുന്നു ആക്കിയിരുന്നത്രേ. അവരോട് എതിരാവാൻ വേണ്ടിയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അതേപോലെ മറ്റൊരു ഷർത്താണ് മസ്ജിദുൽ ഹറാമിൽ നിന്നായിരിക്കണം ത്വവാഫ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ മസ്ജിദുൽ ഹറാമിന്റെ പുറത്ത് പോയിട്ട് ഇങ്ങനെ ചുറ്റി വന്ന് എന്ന് വെച്ചിട്ട് അത് ത്വവാഫ് ആവൂല, ഷർത്താണ്, എന്തായാലും പാലിക്കണം. അതേപോലെ ത്വവാഫ് ആരംഭിക്കേണ്ടത് ഹജറുൽ അസ്വദിൽ നിന്നായിരിക്കണം. ഈ ഹജറുൽ അസ്വദിനോട് നേരിട്ട് കൊണ്ട് ഹജറുൽ അസ്വദ് മുതൽ തുടങ്ങിയിട്ട് ഇങ്ങനെ പോയിട്ട് ഹജറുൽ അസ്വദ് ഇവിടെ തന്നെ അവസാനിക്കുന്ന രൂപത്തിലായിരിക്കണം ത്വവാഫ് ഉണ്ടായിക്കേണ്ടത്. ഈ ഹജറുൽ അസ്വദ് ഇവിടെ നിന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഇടതുഭാഗം കഅബയോട് നേരെ മുന്നിടണം എന്നതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ വാജിബാത്തുകൾ പറയുമ്പോൾ നിയ്യത്ത്, ഹജ്ജിന്റെയോ ഉംറന്റെയോ ഒക്കെ ത്വവാഫാകുമ്പോൾ പ്രത്യേകം നിയ്യത്തിന്റെ ആവശ്യം ഉണ്ടാവണമെന്നില്ല. അങ്ങനെയല്ലാത്ത ത്വവാഫാണെങ്കിൽ അവൻ പ്രത്യേകം നിയ്യത്ത് വെക്കണം. ഹജ്ജിന്റെയും ഉംറയുടെയൊക്കെ ത്വവാഫില് നിയ്യത്ത് സുന്നത്താണ്.
അപ്പോൾ അതേപോലെ 7 പ്രാവശ്യം പൂർത്തിയാകുമ്പോഴാണ് ത്വവാഫ് പൂർത്തിയാകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ത്വവാഫിന്റെ രൂപം പറയാം. ആദ്യമായിട്ട് ഹജറുൽ അസ്വദിൽ നിന്നാണല്ലോ നമ്മൾ തുടങ്ങുന്നത്. ഹജറുൽ അസ്വദിനെ തൊട്ടുമുത്തുക, ചുംബിക്കുക. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടുമുത്തി ചുംബിച്ചുകൊണ്ട് ഇവിടെ ഈ ഹജറുൽ അസ്വദിന്റെ നേരെയുള്ള ഭാഗം ഒരു ലൈറ്റ് ഉപയോഗിച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. അവിടെ വലതുഭാഗം വെച്ച് കറക്റ്റ് ആക്കണം. അല്ലെങ്കിൽ ഇവിടെ വെച്ചാൽ ഇങ്ങനെ തിരിയുമ്പോൾ ഇത്രയും ഭാഗം, ഈ 2 ഇഞ്ച് സ്ഥലം കാബയുടെ ഇടതുഭാഗം നേരെ അല്ലാതെ വരും. അത് ശ്രദ്ധിച്ചുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ട് ഇങ്ങനെ തുടങ്ങുക. ഇങ്ങനെ തൽബിയത്ത് ചൊല്ലുക. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന വ നഊദു ബിക മിൻ അഹ്ലിൻ നാർ എന്ന് ചൊല്ലി ഇങ്ങനെ ഇവിടെ എത്തുമ്പോൾ ത്വവാഫ് പൂർത്തിയായി. വീണ്ടും ഹജറുൽ അസ്വദ് തൊട്ടുമുത്തുക, വീണ്ടും അടുത്ത ത്വവാഫ് ഇങ്ങനെ ചെല്ലുക. അങ്ങനെ 7 പ്രാവശ്യമായാൽ ത്വവാഫ് ഇങ്ങനെ പൂർത്തിയാകും. റുക്കുനുൽ യമാനിനെയും തൊട്ടുമുത്താൻ പറ്റൂല, ചുംബിക്കാൻ പറ്റൂല. തൊട്ടുമുത്തലും സുന്നത്താണ്. അതേപോലെ ശേഷം സായിയുള്ള ത്വവാഫാണെങ്കിൽ അതിൽ പൂണൂൽ വസ്ത്രം ധരിക്കലും സുന്നത്താണ്. പൂണൂൽ വസ്ത്രം തട്ടത്തിന്റെ പകുതി ഈ വലത് തോളിന്റെ ഭാഗത്താക്കുക. മറ്റ് 2 വശങ്ങൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കിലോടും ഇങ്ങനെ ഇടുക എന്നുള്ളതാണ് ഇൽത്തിബാവ് എന്ന് പറയുന്നത്, പൂണൂൽ വസ്ത്രം. അതേപോലെ പുരുഷന്മാർ ആദ്യത്തെ 3 ത്വവാഫില് റംലിന്റെ നടത്തമാണ് നടക്കേണ്ടത്. അതായത് ശരീരം ഇങ്ങനെ ഒന്ന് കുലുങ്ങി ഇങ്ങനെ നടക്കുക എന്നർത്ഥം. റംലിന്റെ നടത്തം അത് പുരുഷന്മാർക്ക് സുന്നത്താണ്, സ്ത്രീക്ക് അത് സുന്നത്തില്ല. അതേപോലെ പുരുഷന്മാര് കാബയോട് അടുത്താണെങ്കിൽ സ്ത്രീ കുറച്ച് ഒരു 3 അടി വിട്ടായിരിക്കണം, പുരുഷനേക്കാൾ വിട്ടായിരിക്കണം സ്ത്രീ നടക്കേണ്ടത് എന്നീ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ത്വവാഫ് 7 പൂർത്തിയായിട്ട് അവസാനമായിട്ട് ഹജറുൽ അസ്വദിനെയും തൊട്ടുമുത്തിക്കൊണ്ട് മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ 2 റക്അത്ത് ത്വവാഫിന്റെ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക. എന്നിട്ട് അവിടെ മാഉ സംസം റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും, അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാകും. അതും കുടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജും ഉംറയും ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.